Good day to all of you. Welcome to Easy Physics. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളുടെ എല്ലാ വീഡിയോസും ക്ലാസ് 9ലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതുവരെ നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്കേലാർസ്, വെക്ടേഴ്സ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, യൂണിഫോം, നോൺ യൂണിഫോം മോഷൻ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇത്തരം ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ചാണ്. നമുക്കറിയാം വസ്തുക്കൾക്ക് പല രീതിയിലുള്ള മോഷൻ ഉണ്ട്. യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ആക്സിലറേഷൻ, ഇങ്ങനെ പല രീതിയിൽ ഒരു വസ്തുവിന് മൂവ് ചെയ്യാൻ പറ്റും. അതിനെല്ലാം ബേസ് ചെയ്തിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഒരു വസ്തുവിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ആ വസ്തു ഏത് തരത്തിലുള്ള മോഷനിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ആ വസ്തുവിനെ കുറിച്ചുള്ള മറ്റു ചില ഇൻഫർമേഷൻസും കൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾസ് സഹിതം വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷനിലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും നോക്കാം. ആദ്യമായിട്ട് നോക്കുന്നത് യൂണിഫോം വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് നമ്മൾ പറയുന്നത്? അതിന്റെ ഓരോ ടൈം ഇന്റർവെല്ലിലുള്ള വെലോസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വസ്തു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓരോ ടൈം ഇന്റർവെല്ലിലും ചെക്ക് ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഈ 20 എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുത്ത് നോക്കാം. ഓക്കെ, 20 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗ്രാഫ് പേപ്പറിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഷുഡ് ബി ടേക്കൺ അലോങ് ദ വൈ ആക്സിസ് ആൻഡ് ടൈം ഷുഡ് ബി ടേക്കൺ അലോങ് ദ എക്സ് ആക്സിസ്. ഇനി വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് പോയിന്റ്സ് ആദ്യം മാർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ പോയിന്റ്സ് കിട്ടുക. ഇനി ഈ പോയിന്റ്സിനെല്ലാം കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതായിരിക്കും ഈ ഗ്രാഫിന്റെ ഷേപ്പ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വി ടി ഗ്രാഫിന്റെ ഷേപ്പ് ആയിട്ട് കിട്ടിയത്. ഈ സ്ട്രെയിറ്റ് ലൈനിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് പ്രത്യേകത? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇവിടെ ഞാൻ 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ഏത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എടുത്തിട്ടും ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് വി ടി ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടാൻ പോകുന്നത് ഇതുപോലെ തന്നെയായിരിക്കും. അതായത് ഒരു വസ്തു യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ വി ടി ഗ്രാഫ് നമുക്ക് വാല്യൂ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും വി ടി ഗ്രാഫിന്റെ ഷേപ്പ് വരയ്ക്കാം. അത് ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ എത്രയായിരിക്കും? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ വെലോസിറ്റിക്ക്? ഇല്ല. എല്ലായ്പ്പോഴും ഒരേ വാല്യൂ തന്നെയാണ് വെലോസിറ്റിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 0 ആക്സിലറേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വി ടി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ തന്നെ വരയ്ക്കാം. 0 ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ യൂണിഫോം വെലോസിറ്റി ആണ്. മനസ്സിലായല്ലോ അല്ലെ? ഇനി നോൺ യൂണിഫോം വെലോസിറ്റി, അവിടെ തന്നെ ആക്സിലറേഷൻ യൂണിഫോം ആവുന്നതും ആക്സിലറേഷൻ നോൺ യൂണിഫോം ആവുന്നതും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, പക്ഷെ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ ഈ ചേഞ്ച് എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ആദ്യത്തെ 1 സെക്കൻഡിൽ നമ്മൾ വെലോസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഓരോ ഫിക്സഡ് ടൈം ഇന്റർവെൽ കഴിയുമ്പോഴും വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്, പക്ഷെ എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് വരുന്നത്. ഇവിടെ ഞാൻ 10, 20, 30 അങ്ങനെയാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക വെച്ചാൽ ഓരോ ടൈം ഇന്റർവെല്ലും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആ ഇൻക്രീസ് യൂണിഫോം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് മോഷനെ നമുക്ക് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഇതിന്റെ വി ടി ഗ്രാഫ് വരയ്ക്കാൻ അഗെയിൻ നമ്മൾ ഗ്രാഫില് വെലോസിറ്റി വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ തന്നിരിക്കുന്ന വാല്യൂസിനനുസരിച്ച് നമുക്ക് ഗ്രാഫിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലെ? 1 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ 5 സെക്കൻഡിൽ 50 മീറ്റർ പെർ സെക്കൻഡ്. ഈ
പോയിന്റ്സിനെ കണക്ട് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത ഇത് ടൈം ആക്സിസിനോട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ഓഫ് വി ടി ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഈ മോഷൻ എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. എന്താണ് ഈ മോഷന്റെ പ്രത്യേകത? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഇവിടെ സ്പീഡ് ഓരോ ടൈം ചെല്ലും തോറും സ്പീഡ് കൂടിയാണ് വരുന്നത്. സ്പീഡ് കൂടുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്താണെന്നാണ് പഠിച്ചിരിക്കുന്നത്? പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഇൻക്രീസിങ് സ്പീഡ്, യൂണിഫോം ആക്സിലറേഷൻ, പോസിറ്റീവ് ആക്സിലറേഷൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും വി ടി ഗ്രാഫിന്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി എഗെയിൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു യൂണിഫോം ആക്സിലറേഷൻ തന്നെയാണ്. പക്ഷേ സ്പീഡ് കൂടുന്നതിന് പകരം സ്പീഡ് കുറഞ്ഞു വരികയാണ്. അതായത് ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വസ്തുവിന്റെ സ്പീഡ് 50 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു. ഓരോ ടൈം കുറയും തോറും ഓരോ ടൈം കൂടുന്തോറും അതിന്റെ സ്പീഡ് കുറഞ്ഞു വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയാ നമുക്ക് വി ടി ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. ഇവിടെയും വെലോസിറ്റി y ആക്സിസിലും ടൈം x ആക്സിസിലും തന്നെ എടുക്കണം. ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ 0 to 50 നമ്മൾ വെലോസിറ്റി ആക്സിസിൽ മാർക്ക് ചെയ്തു, 0 to 5 ടൈം ആക്സിസിൽ മാർക്ക് ചെയ്തു. ഇനി ഓരോ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്ത് നോക്കാം. 0 ആവുമ്പോൾ വെലോസിറ്റി 50 ആണ്. അങ്ങനെ ഓരോ ടൈമിലും നമ്മൾ പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് ഈ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാ വന്നത്. ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്, സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് തന്നെയാണ്. പക്ഷേ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഡിക്രീസിങ് സ്പീഡിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ അങ്ങനെ പറഞ്ഞ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഷേപ്പ് തന്നാലോ, ഇവിടെ ഡിസ്റ്റൻസും ടൈമും ഒക്കെ തരുമ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് സിഗ്സാഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസിന് പകരം നമ്മൾ സ്പീഡ് എടുത്തു, ടൈം മാർക്ക് ചെയ്തു, അപ്പൊ വി ടി ഗ്രാഫ് കിട്ടി. ഈ വി ടി ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, പലയിടത്തും ഇങ്ങനെ ഒരു കർവ് പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടുത്തെ വെലോസിറ്റിയുടെ ചേഞ്ച് യൂണിഫോം അല്ല. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ല. ഇത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. സ്പീഡ് പലപ്പോഴും കൂടും കുറയൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് ഒരു യൂണിഫോമിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ വി ടി ഗ്രാഫിന്റെ ഷേപ്പുകൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി എന്താണ് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കാം. ഓക്കെ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് കിട്ടുക നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഒന്ന് അളന്നു നോക്കാം. സ്ലോപ്പ് അളക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് y ആക്സിസിലോട്ടും x ആക്സിസിലോട്ടും നോർമൽ ലൈൻസ് വരയ്ക്കണം. ഇനി സ്ലോപ്പ് എന്ന് പറയുന്നത് y ഡിവൈഡഡ് ബൈ x. ഇവിടെ y ആക്സിസിലുള്ള വാല്യൂസിനെ നമുക്ക് വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റിനെ u എന്നും ഫൈനൽ വെലോസിറ്റിനെ v എന്നും മാർക്ക് ചെയ്യാം. ടൈം ആക്സിസിൽ t1 ആൻഡ് t2. അപ്പോ y ബൈ x എന്ന് പറയുന്നത് ഇവിടെ y ആക്സിസിൽ വരുന്നത് ഡിഫറൻസ് ഇൻ വെലോസിറ്റി v മൈനസ് u ഡിവൈഡഡ് ബൈ x ആക്സിസിൽ വരുന്നത് ഡിഫറൻസ് ഇൻ ടൈം t2 മൈനസ് t1. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെ നമ്മളൊരു ക്വാണ്ടിറ്റി പഠിച്ചിരുന്നു. എന്താണ് ആ ക്വാണ്ടിറ്റി? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു വസ്തുവിന്റെ വി ടി ഗ്രാഫ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ രണ്ട് വസ്തുക്കളുടെ വി ടി ഗ്രാഫ് നമുക്ക് ഒരേ ഗ്രാഫിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ എ ബി എന്ന് മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, ഇതിൽ ഏതിനാണ് ആക്സിലറേഷൻ കൂടുതൽ എന്ന് വാല്യൂസ് ഒന്നും തരാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പൊ ഇവിടെ എ ബി കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് സ്ലോപ്പ് കൂടുതലുള്ളത്? സ്ലോപ്പ് കൂടുതലുള്ളത് എക്കാണ്. സോ എ ഈസ് ഹാവിംഗ് മോർ ആക്സിലറേഷൻ ആസ് കമ്പയർ ടു ബി. അപ്പൊ ഒരു വി ടി ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് വിൽ ബി ആക്സിലറേഷൻ. ആക്സിലറേഷൻ മാത്രമാണോ നമുക്ക് ഈ വി ടി ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്ന് നോക്കി നോക്കാം. അതിനുവേണ്ടി ഇപ്പൊ തന്നിരിക്കുന്നത് വീണ്ടും നമ്മളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന് താഴെയുള്ള ഏരിയ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് half into base into height. Okay, base എന്ന് പറയുന്നത് ടൈം ആണ് അല്ലെ. അപ്പൊ ടൈം into
ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. ഓക്കെ, വെലോസിറ്റി ഇൻ ടു ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോ ഒരു VT ഗ്രാഫിന്റെ താഴെ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായി. അപ്പോ VT ഗ്രാഫിൽ നിന്ന് നമുക്ക് രണ്ട് മെഷർമെന്റ്സ് എടുക്കാൻ പറ്റും. സ്ലോപ്പ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. അതുപോലെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റും അളക്കാൻ പറ്റും. അപ്പൊ അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് അടുത്ത വീഡിയോസിലൂടെ കണ്ടുപഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പല ടൈപ്പിലുള്ള മോഷൻ ആവുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഷേപ്പുകൾ വരുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. യൂണിഫോം പോസിറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ ഇൻക്രീസിംഗ് ഗ്രാഫ് വരും. നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ ഡിക്രീസിംഗ് ഗ്രാഫ് വരും. നോൺ യൂണിഫോം ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് വരയ്ക്കാം. പല സിഗ്സാഗ് ഷേപ്പിൽ വരും, ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വേറെ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചു. VT ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസസ് എന്താണ്? ഒന്നാമത്തെ കാര്യം, slope of VT graph will give you the value of acceleration. രണ്ടാമതായിട്ട് പഠിച്ചു area under VT graph will give you the value of displacement. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ I will be happy to clear your doubts. Thank you for watching. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ എത്തിപ്പെട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഇനിയും ഈ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. താങ്ക് യു വൺസ് അഗെയിൻ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.